വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കക്ക ഫ്രൈ ആക്കുന്ന വീഡിയോ കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ട്, ഞാൻ ഇടണ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ നല്ല കക്ക കിട്ടിയിരിക്കണേ. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ, പുഴയിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ കൊടുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും കക്കനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളി, ഞാൻ ഇതാക്കി സ്ഥലമൊക്കെ പറഞ്ഞ് തരേണ്ടി വേങ്ങണമെന്ന് ആവശ്യമുള്ളവർക്കൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ വേഗം കക്ക ക്ലീനൊക്കെ ആക്കി നല്ല അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ എടുത്ത് ഒക്കെ ഇട്ടുങ്ങാണ്ട് ക്ലീനാക്കിങ്ങാണ്ട് കുക്കറിൽ ഉപ്പും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടുങ്ങാണ്ട് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇടണം. അപ്പം ഞാനൊരു കുക്കറിൽ ഒരു 5-6 അടി അടിക്കും, പക്ഷെ ഇതിന് നല്ല വേവുണ്ട്. അപ്പം ഞാനങ്ങനെ എന്ത് ചെയ്യും, കുക്കറിലൊന്ന് അടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഉണ്ടാക്കൽ. മക്കളൊക്കെ തിന്നണതല്ല, അപ്പം ഞാനങ്ങനെ അതിൽ വേവിക്കും. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ഞാൻ വേഗം ക്ലീനാക്കും, കഴുകി വെച്ചങ്ങാണ്ട് വേഗം വൃത്തിയാക്കി വെച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഞാനൊരു വെല്ലുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഒരു തക്കാളിയും ഒരു പിന്നെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ ചപ്പും കറിവേപ്പിലൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എടുക്കൽ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും ഉണ്ട്. പൊടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന സാധാ പൊടികൾ തന്നെ, ലേശം മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലപ്പൊടിയോ, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ പാടുക. അങ്ങനെ ഞാൻ വേഗം ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് അങ്ങനെ ചൂടായപ്പോൾ എണ്ണ ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ലേശം എണ്ണ ഒക്കെ ഒഴിച്ചങ്ങാണ്ട് ഞാൻ സവാളൊക്കെ ഇടട്ടേച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം പിന്നെ തക്കാളിയൊക്കെ ഇടാച്ചിട്ട് അങ്ങനെ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് നല്ലപോലെ വഴറ്റുന്നുണ്ട്. പിന്നെ നല്ലപോലെ വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യും, തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് അങ്ങനെ നമ്മൾ സാധാ ഉള്ളി എന്തൊക്കെ വാട്ടി ബീഫൊക്കെ നമ്മൾ വെക്കൂല അതുപോലെ തന്നെ, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ടാണ് മൂടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം പിന്നെ അത് വാടിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ രണ്ടും പാൾക്കാണ്ട് വേഗം വെന്തോളും എല്ലാം വെച്ചിട്ട് മൂടി വയ്ക്കുക ഇതാക്കി. അങ്ങനെ അതൊക്കെ വഴറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കുക വെച്ചിട്ട് പോയതേന്. അപ്പം നല്ല വെന്തിട്ടല്ല സൂപ്പറായിട്ട് അത് അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഇതായതിൻ്റെ ശേഷം ഇത് വാടിയതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ അടുപ്പത്തേക്ക് തന്നെ പോയി. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴറ്റി വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇതാക്കി നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു സ്പൂൺ എടുത്തിരിക്കണത്, മറ്റേത് നോക്കിയപ്പോൾ കിട്ടിയില്ല, പിന്നെ ഞാൻ സ്പൂൺ എടുത്തത് ആയിട്ട് ഇങ്ങോട്ട് കിട്ടണു ആൾക്കാൻ നല്ലപോലെ പറ്റണില്ല. പിന്നെ ഞാൻ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്ത് ചതച്ചങ്ങാണ്ട് പിന്നെ അത് വഴറ്റിയതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞ പൊടികളൊക്കെ പാടൊക്കെ ഒക്കെ നല്ല പച്ചമണം മാറുവോളം ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാനതൊക്കെ ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കൽ, ഇതേപോലെ തന്നെയാണെന്നൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കാം. പിന്നെ അതൊക്കെ ശരിയതായതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കുക്കറിൽ അടിച്ച് വെച്ച് കക്കനും പിന്നെ മൈത്ത് ലേശം വെള്ളമുണ്ട് ഞാൻ ഒഴിവാക്കണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചങ്ങാണ്ട് നല്ല വരട്ടി എടുക്കാച്ചിട്ട് അങ്ങനെ നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സംഭവം. അങ്ങനെ പിന്നെ ഞാൻ നല്ല മിക്സ് ചെയ്തങ്ങാണ്ട് ഒന്ന് മൂടി വെച്ച് നല്ലൊരു എല്ലായിടത്തേക്കും നമ്മളെ മസാലൻ്റെ ഇതൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ മൂടി വെച്ചതായിരുന്നു. ഒക്കെ റെഡിയായി. അങ്ങനെ പിന്നെ പാത്രം കുക്കറൊക്കെ ഉണ്ട് കഴുകാൻ, അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ ചീചട്ടി തുറന്ന് ഒന്നും പറക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ല വരണ്ടി വന്ന് നല്ലൊരു നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയായി ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കുറച്ചുമ്പാടൊക്കെ ഇളക്കി കൊടുത്ത് ഇനിയിപ്പം ഞാൻ അടി പിടിക്കണ്ട വെച്ചിട്ട് ലേശം വെള്ളം തന്നെ ഉള്ളതിനകത്ത് വെള്ളം തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ മേലെ ചപ്പും പൊതിനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ആർക്കെങ്കിലും കക്ക വേണമെന്ന് ആവശ്യമുള്ളവരൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതൊക്കെ വിട്ടുതരുന്നുണ്ട്.